കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന മുന്നണിയിൽ കിട്ടുന്നുണ്ട്. മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയുമായോ മുന്നണിയിലെ ഘടകകക്ഷികളുമായോ കേരള കോൺഗ്രസിൻ്റെ യാതൊരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. പ്രത്യേകിച്ച് ജില്ലയിലെ പൊതുവായ വിഷയങ്ങളിൽ, അത് ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്, ഭൂപതിവ് ഭേദഗതി ബില്ല് നിയമമാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്, വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഇടുക്കി ജില്ലയെ മാത്രം ബാധിക്കുന്ന നിരവധിയായ കാർഷിക പ്രശ്നങ്ങളും ഭൂപ്രശ്നങ്ങളും ജില്ലയിലുണ്ട്. ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനും ഗവൺമെൻറ്റിനെ സജീവമായി ഈ വിഷയങ്ങളിൽ ഇടപെടിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലയിലെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പല കാര്യങ്ങളിലും തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇനിയും ആ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. കേരള കോൺഗ്രസിന് പ്രത്യേക പരിഗണന എന്നുള്ള ഒരു കാഴ്ചപ്പാട് അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരു പ്രത്യേക പരിഗണന കേരള കോൺഗ്രസിനോ മറ്റേതെങ്കിലും കക്ഷികൾക്കോ ഇടതുപക്ഷ മുന്നണിയിൽ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസിന് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നുണ്ട്. ഞങ്ങളതിൽ പൂർണ്ണമായും തൃപ്തരാണ്. കാര്യങ്ങൾ എല്ലാ തലങ്ങളിലുമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പല രീതിയിലുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കതിനറിയാം, കേരള കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായതിനു ശേഷം നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ നാളിതുവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കാത്ത പല പഞ്ചായത്തുകളും, അതായത് പഞ്ചായത്ത് രൂപീകരണ കാലഘട്ടം മുതൽ കഴിഞ്ഞ 35-40 വർഷക്കാലമായി കോൺഗ്രസും യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസും ചേർന്ന് ഭരിച്ചിരുന്ന പല പഞ്ചായത്തുകളും കേരള കോൺഗ്രസ് യു ഡി എഫിൽ നിന്നും പുറത്താക്കുകയും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാകുകയും ചെയ്തതിന് ശേഷം ആ പല പഞ്ചായത്തുകളും നാളിതുവരെയും ഇടതുപക്ഷ മുന്നണിക്ക് ലഭിക്കാത്ത പല പഞ്ചായത്തുകളിലും ഇടതുപക്ഷ മുന്നണിക്ക് ഭരണം പിടിക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. വർഷങ്ങളായി ഭരണത്തിലില്ലാതിരുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷ മുന്നണിക്ക് ലഭിച്ചു. ജില്ലയിലെ നിരവധിയായ ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അങ്ങനെ ത്രിതല പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ ഈ ഭരണത്തിൻ്റെ നേതൃസ്ഥാനത്തിലേക്ക് വരുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ അതിനുശേഷം 2021 വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ്റിന് തുടർഭരണം ലഭിച്ചു എന്നുള്ളത് ആണ് യാഥാർത്ഥ്യം. ആ തുടർഭരണം ലഭിക്കുവാൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അതിനകത്ത് ഏറെ സഹായകരമായിട്ടുണ്ട്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വരവും ചില മണ്ഡലങ്ങളിലെങ്കിലും ഇടതുപക്ഷ മുന്നണിക്ക് ഗുണകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇടതുപക്ഷ മുന്നണി നാളിതുവരെയും മുമ്പോട്ട് പോയിട്ടുള്ളത്. കേരള കോൺഗ്രസ് അതിൽ സജീവ പങ്കാളികളായിട്ടുണ്ട്. യാതൊരു തലത്തിലും മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നതിനോ അതുപോലെ തന്നെ അനാവശ്യ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോ കേരള കോൺഗ്രസ് ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടില്ല. ആ രീതിയിലുള്ള ഇടപെടലുകൾ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും മുന്നണി നേതൃത്വവുമായി കേരള കോൺഗ്രസിന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് മുന്നണിയിൽ പറയുകയും അതനുസരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകുകയും അർഹിക്കുന്ന അംഗീകാരത്തോടുകൂടി പരസ്പരം ആശയവിനിമയം നടത്തി മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ നിലപാടാണ് കേരള കോൺഗ്രസ് ഈ കാര്യങ്ങളിൽ എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.